ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ. ഈ വാട്ട്സ് ഇൻ മൈ ബാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അധികം റിസർച്ച് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാട്ട്സ് ഇൻ മൈ ബാഗാണ്. ഇനി ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അറിയാം ഇതിൽ എത്രയൊക്കെ യൂസ്ഫുള്ളായി, ഏതൊക്കെ വേണ്ടാതെ വന്നു എന്നൊക്കെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് അറിയാം. തോന്നുന്നത് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ഇതിലെല്ലാം. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ്. പിന്നെ ഓർഡർ ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കിട്ടിയത് ഫ്ലാസ്ക് ആണ്. നമ്മൾക്ക് എന്തായാലും ഫ്ലാസ്ക് ആവശ്യം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ചൂടോടെ എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഒക്കെ നമ്മൾ ലാബ് റൂമിലുള്ള സമയത്ത് പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന, ഞാൻ ഒരു ചായയും കാപ്പിയും കുടിക്കുന്ന ഒരാളല്ല കേട്ടോ. പക്ഷെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്ലാസ്ക് ആണ്. നമ്മളിത് റിലയൻസിൻ്റെ ബിഗ് ബസാറിൽ നിന്നല്ലേ, ബിഗ് ബസാർ ഇപ്പോൾ മാറ്റി റിലയൻസിന് ഷോപ്പാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഫ്ലാസ്ക് ആണ്. അപ്പോൾ ആ ഫ്ലാസ്ക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു പെട്ടിയാണ് കേട്ടോ. പെട്ടി കാണിച്ച ചേട്ടാ, ഇതൊരു അത്യാവശ്യം വലിയ ഒരു പെട്ടിയാണ്. അപ്പോൾ ആ ഒരു പെട്ടിയും പിന്നെ ഈ പെട്ടി നമ്മൾ അത്രയ്ക്ക് അത്യാവശ്യമല്ലാത്ത, ഇത് ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അത്രയ്ക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. കിട്ടുന്ന സാധനങ്ങൾ ഞാൻ വേറൊരു ഇതിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതും കാണിച്ചു തരാവേ. പിന്നെ വെച്ചിരിക്കുന്നത് ബേബീൻ്റെ ഡയപ്പറാണ്. ഇത് ന്യൂ ബോൺ സൈസ് നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. ടെഡി എന്ന് പറഞ്ഞ ഇതൊന്ന് സെയിൽ ഉണ്ടായ സമയത്ത് ടെഡിയുടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാക്കറ്റാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് ടൈം ബേബിനെ എനിക്ക് തോന്നുന്നു അവരെന്നെയായിരിക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരിക. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പെട്ടിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സ്നെഗ്ഗിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള സാനിറ്ററി പാഡ്സ്. ഇത് ന്യൂ മോം കുറേ പേര് ഇതാണ് മേടിച്ച് കണ്ടത്. ഇത് പാഡും പിന്നെ അതേപോലെ പാഡ് ഫിക്സറും ആണ് കേട്ടോ. ന്യൂ മോം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെയാണ് കുറേ പേര് മേടിച്ചതാണ്. എത്രത്തോളം യൂസ് ആവുമെന്ന് അവിടെ ചെന്നിട്ട് പറയാം. പിന്നെ വെറ്റ് വൈപ്സ് ആണ്, ബേബീൻ്റെ വെറ്റ് വൈപ്സ് ആണ്. ഇതൊക്കെ ഞാനും കൂടി റൂമിലേക്ക് വന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു പറഞ്ഞ പോലെ ഓഫർ ഉണ്ടായിരുന്നു. 3 പാക്കറ്റ് ഒരുമിച്ചായിട്ടാണ് വാങ്ങിച്ചത്. ഇത് 98% വാട്ടർ കൺസിസ്റ്റൻസി ഉള്ളതാണ്. 98% അല്ല, 98% ആണ്. 99% കിട്ടും, 97% കിട്ടും. ഏറ്റവും കൂടുതൽ നല്ലത് 99 ആണ്. ഞാൻ 98 ആണ് മേടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു വാട്ടർ വൈപ്സ് 3 എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ 3 എണ്ണം ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പൊട്ടിച്ചിട്ടില്ല. ഈ പാക്ക് അതേപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ തുടയ്ക്കാനും അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിന് ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് എന്തായാലും അവിടെ ആവശ്യം വരും പേപ്പേഴ്സ് എല്ലാം. കുറച്ച് പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ബേബീൻ്റെ സോഫ്റ്റ്നെസ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഡയപ്പർ ക്രീം, റാഷ് വരാതിരിക്കാനുള്ള ഡയപ്പർ റാഷ് ക്രീമാണ്. ഇത് കുറേ പേര് നല്ലതാന്നുള്ള റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. സ്മെല്ലുള്ളത് ബേബിക്ക് യൂസ് ചെയ്യും. കാരണം കുറേ പേര് നല്ല റിവ്യൂ പറഞ്ഞതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചു ഗൈസ്. പിന്നെ ഉള്ളത് ഈ സെക്ഷനിലുള്ളത് ഗോഗറിനാണ്. ഗോഗറിന് എനിക്ക് നല്ലൊരു ഗോഗറിന് വാങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ കടകളിലൊക്കെ നമ്മുടെ നോർമലായിട്ടുള്ള ഗോഗറിനും തന്നെയാണ്. ഇത് കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു വലിയ ഗോഗറിനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു കുഞ്ഞു ഗോഗറിനും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൻ്റെ പാല് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾക്ക് പാല് കൂട്ടി സക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇനി കുട്ടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനാണ് ഗോഗറിനെ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല കുട്ടിക്ക് NICU അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പാല് കൊടുത്തയക്കാനാണ് ഈ പാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനുള്ളിൽ കയറില്ല. സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് സ്റ്റെറിലൈസിൻ്റെ ഇത് വാങ്ങിച്ചിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതാക്കിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മളിങ്ങനെ ഒരു കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സെക്ഷനിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ.
ബ്ലാങ്കറ്റ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ കൊള്ളാനായി ശരിക്കും വെക്കട്ടെ. അതൊക്കെ എൻ്റെ ഭർത്താവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ എടുത്ത് ഷോ കാണിക്കാൻ മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ സെക്ഷനിലുള്ളത്. ഇനി ഞാൻ ഈ സെക്ഷനിൽ നിന്ന് ഇപ്പുറത്തേക്ക് തിരിക്കാം. അതിലെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇപ്പുറത്തെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സെക്ഷനിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനത്തെ സിപ്പ് കവർ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാക്കിയത് ഭയങ്കര 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 യൂസ്ഫുൾ ആണ്. ഓർഗനൈസ് ചെയ്തിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. കാരണം എനിക്കിതിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. ഇതിലൊരു ബെഡ്ഷീറ്റാണ്. ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ആയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതായത് റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതായത് എനിക്ക് എമർജൻസി സാധനങ്ങളല്ല കേട്ടോ ഇതിലൊന്നും വെച്ചിരിക്കുന്നത്. എമർജൻസി സാധനങ്ങൾ വെച്ചിരിക്കുന്നത് വേറൊരു ബോക്സിലാണ്. അത് കാണിച്ചത് ഇത് കഴിഞ്ഞിട്ട്. ഇതാണ് ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് കാണിച്ചിരുന്നത്. പിന്നെ ഇതൊരു റൂമിൽ തന്നെ എത്തിയിട്ട് കുട്ടി വരുന്ന സമയത്ത് നമുക്ക് കിടത്താനുള്ള ഡ്രൈ ഷീറ്റ് ആണ്. ഇതൊരു 3 എണ്ണം ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. എത്ര യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഡയപ്പറാണ് യൂസ് ചെയ്യാന്നെങ്കിൽ നമുക്ക് ഡ്രൈ ഷീറ്റിൻ്റെ ആവശ്യം വരില്ലല്ലോ. അപ്പം എന്നാലും കയ്യിൽ വെച്ചിട്ടുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ ഡയപ്പർ യൂസ് ചെയ്യാൻ സമ്മതിക്കും. ഇത്ര ന്യൂബോൺ ആയതുകൊണ്ടൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഡ്രൈ ഷീറ്റും കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബെഡിലൊന്നും ആവരുതല്ലോ. പിന്നെ ഈ സെക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് മുണ്ടുകളാണ് കേട്ടോ. അതായത് വൈറ്റ് മുണ്ട് നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് ആവശ്യം വരാൻ സാധ്യതയുണ്ട്. നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ആവശ്യം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അപ്പം അതുകൊണ്ടൊരു 4-5 വൈറ്റ് മുണ്ട് ഇതേപോലെ തന്നെ സിപ്പ് കവറിലാക്കിയിട്ട് കഴുകി, ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് മുണ്ടാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങണ വൈറ്റ് മുണ്ടാണെങ്കിലും നമ്മൾ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം നല്ലപോലെ പുഴുങ്ങി കഴുകി എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ വാഷിംഗ് മെഷീനിൽ തന്നെ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പുഴുങ്ങി കഴുകി എടുത്ത് വെച്ചിട്ടുള്ള വൈറ്റ് മുണ്ടുകളുടെ സെക്ഷൻസ് ആണ് കേട്ടോ ഇത്. ഇതിലൊരു 4-5 വൈറ്റ് മുണ്ടുകളുണ്ട്. പിന്നെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെറ്റേണിറ്റി വെയർസ് ആണ്. ഇതിൽ ഫീഡിങ് ഫ്രോക്സ് ആണ്. നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന നോർമൽ ടൈപ്പ് ഫീഡിങ്, ഇങ്ങനെ സിപ്പില്ലാത്ത ടൈപ്പിൽ ഇങ്ങനെ പൊക്കിയിട്ട് ഫീഡ് ചെയ്യണത്. അപ്പം അത്, പിന്നെ തോർത്തുമുണ്ട്, പിന്നെ എൻ്റെ ഇന്നേഴ്സ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സുകളാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് മാറ്റിയിടാനായിട്ടുള്ള എൻ്റെ ഇന്നേഴ്സ്, തോർത്തുമുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ഫീഡിങ് ഡ്രസ്സസ്. അപ്പം അതല്ല ഇതിൽ ഇനിയിപ്പോൾ എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനിടുന്ന ഒരു ഡ്രസ്സും കൂടി എടുത്ത് വെക്കണം. അത് എടുത്ത് വെച്ചിട്ടില്ല. അപ്പം അതും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പം അതാണ് ഈ സെക്ഷനിൽ. പിന്നെ ഈ സെക്ഷനിൽ ഇനി അജി ചേട്ടൻ്റെ ഡ്രസ്സും കൂടി വരും, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കൂടി വരും. ബാക്കിയെല്ലാം നമ്മൾ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും എടുത്ത് വെക്കാനായിട്ട് ഇല്ല. പിന്നെ ഓഫീസിലിടാനായിട്ട് ഹോസ്പിറ്റലിൽ ഇടാനായിട്ടുള്ള ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ട്. നോർമൽ ചപ്പലാണ്. ബട്ടർഫ്ലൈ ഒക്കെ ഉള്ളത് ഞാൻ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചപ്പലും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ ഇടാനായിട്ട്. അതാണ് ഇതിലിനി വെക്കേണ്ടത്. ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആയതിന് ശേഷം ആയിരിക്കില്ലേ ഇതിടുക. അപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കമൻറ്റ് ചെയ്തോളൂ, വേറെ ആൾക്കാർക്ക് ഉപയോഗം ആയിക്കോട്ടെ. ഇങ്ങനത്തെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം കാണുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി എൻ്റെ എമർജൻസി കിറ്റിൽ എന്താ ഉള്ളതെന്ന് കാണിച്ചു തരാവേ. അപ്പം എന്നെ കാണണില്ല അല്ലേ. അപ്പം ഈ ബോക്സിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിൽ വെക്കാനുള്ളത് ചേട്ടൻ്റെ ഡ്രസ്സ് വെക്കണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റി വെക്കാൻ പോവാണ്. പിന്നെ ഇതിലാണ് എൻ്റെ എമർജൻസി സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് പോകേണ്ട വന്നാൽ, ഞാൻ ആക്ച്വലി ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ നാളെ ഇതുവരെ പെയിനൊന്നും വരാത്തതുകൊണ്ട് ആണ് അതിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമുക്ക് ട്രോളി ബാഗൊക്കെ. അപ്പോൾ എമർജൻസി സാധനങ്ങൾ ഇതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഇതിങ്ങനെ സാധാ ഒരു ബാസ്ക്കറ്റ് ആട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, കടയിൽ നിന്ന് നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധാരണ ബാസ്ക്കറ്റാണ്. ഇതിൽ കുറേ സാധനങ്ങൾ കൊള്ളു. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതിൽ എന്തൊക്കെയുണ്ട്, അക്ഷയപാത്രം പോലും സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിട്ടുള്ള സിപ്പ് കവറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജോഡിയല്ല. അതായത് സോക്സ് ഉണ്ട് കേട്ടോ ഇതിൽ. എനിക്ക് തണവ് കുറച്ച് AC-യുടെ തണവൊന്നും അങ്ങനെ പറ്റില്ല. പ്രഗ്നൻസിയിൽ എനിക്ക് ശരിക്കും ചൂടാണ്. പണ്ടൊക്കെ എനിക്ക് തീരെ തണവ് പറ്റില്ലായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ട്. ഹോട്ട് എനിക്ക് തീരെ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഒരു സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അണ്ടർസ്കർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ അണ്ടർസ്കർട്ട് യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഉടുപ്പൊക്കെ ഇടുമ്പോഴും ഞാൻ ഷോർട്സ് ആണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പം പക്ഷേ നമ്മൾ ചില ഹോസ്പിറ്റലിൽ അണ്ടർസ്കർട്ടാണ് ചോദിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു അണ്ടർസ്കർട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തോർത്തുമുണ്ടുണ്ട് ഇതിൽ. ഒരു സെറ്റ് ഇന്നർ വെയേഴ്സ് ഉണ്ട്. ഫുൾ ഓപ്പൺ നൈറ്റി ഉണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ ഫുൾ ഓപ്പൺ നൈറ്റി അവർ ചോദിക്കും. ഒരു ഫുൾ ഓപ്പൺ നൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഒരു വെള്ളമുണ്ട്.
അങ്ങനത്തെ ഒരു സെറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ ചോദിക്കുകയാണെങ്കിൽ, എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ ഒരു വെള്ളമുണ്ട്, ഒരു ഇന്നർ സെറ്റ്, ഒരു സോക്സ്, എൻ്റെ ഫുൾ ഓപ്പൺ നൈറ്റി, അണ്ടർസ്കർട്ട്, അങ്ങനെയുള്ള ഒരു സെറ്റ് ആക്കിയിട്ട് ഞാൻ വീട്ടിലെടുക്കാൻ എളുപ്പത്തിന്, അതായത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, അങ്ങനെ വീട്ടിൽ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഇങ്ങനെ സിപ്പ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് നമ്മൾ എമർജൻസി ആയിട്ട് പോവുക അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഇതേപോലെ ഒരു കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതാണ് എൻ്റെ ഫസ്റ്റ് എമർജൻസി കിറ്റിൽ. രണ്ടാമത്തെ എമർജൻസി കിറ്റ് ബേബിക്കാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒഴിച്ചിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കണം. പക്ഷെ എന്നാലും ഇൻ കേസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരു റിസീവിങ് ടവല്, ഇത് ബേബിനെ റിസീവ് ചെയ്യാനുള്ള ഒരു ടവല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം ബേബീനെ ഡിറ്റർജൻറ്റ് ഞാൻ കാണിച്ചു തരാവേ. ബേബിൻ്റെ ഒരു ഡിറ്റർജൻറ്റ്, ഈ ഡിറ്റർജൻറ്റ് വെച്ചിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ സ്റ്റീം ചെയ്യണ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റീം ചെയ്ത് ഉണക്കി മടക്കി തേച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളെ ബേബീൻ്റെയും എൻ്റെയും ഡ്രസ്സുകൾ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ബേബിനൊക്കെ എടുക്കുന്ന സമയത്ത് റാഷസും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അത് എത്ര പോസിബിൾ ആവും എന്നറിയില്ല. പക്ഷെ ഇപ്പം നമ്മളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതിൽ റിസീവിങ് ടവൽ ഉണ്ട്, പിന്നെ കുറേ വൈറ്റ് ക്ലോത്ത്സ് ഉണ്ട്, പിന്നെ ബേബിക്ക് ഫസ്റ്റ് ടൈം ഇടാനുള്ള, ബേബി ഗേൾ ആണെങ്കിൽ പിങ്കും ബേബി ബോയ് ആണെങ്കിൽ ബ്ലൂവുമായിട്ട് ഒരു കുഞ്ഞ് കെട്ടെടുപ്പ്, വെള്ള നോർമൽ കെട്ടെടുപ്പാണ് കേട്ടോ. എടുക്കാൻ താല്പര്യമില്ല, കാരണം നമ്മൾ മടക്കിയെടുത്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ട്. എന്നാലും കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതേപോലെ ബേബി ബോയ് ആണെങ്കിൽ ഇതും, ബേബി ഗേൾ ആണെങ്കിൽ ഇതും ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ല. പിന്നെ ഇവർ എടുത്ത് കൊടുക്കുമ്പോൾ ഇവരെങ്ങനെ എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സെറ്റ് മിറ്റൻസും ബൂട്ടീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ, ഫസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എമർജൻസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഒരു സെറ്റ്. പിന്നെ ഒരു സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിൻ്റെ ഡ്രസ്സുകളുടെ സെറ്റാണ്. കുറച്ചധികമല്ല, ഇത് നമുക്കറിയില്ല, നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കുറച്ച് മിറ്റൻസും ബൂട്ടീസിൻ്റെ 2 കവറായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മിറ്റൻസിൻ്റെയും ബൂട്ടീസിൻ്റെയും സെറ്റ് നമ്മൾ പല ഷോപ്പുകളിൽ നിന്ന്, പോപ്പീസിൻ്റെ ഉണ്ട്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ പല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, ചിലപ്പോൾ കോമ്പൊക്കെ കിട്ടുന്ന സമയത്ത് അതിൽ മിറ്റൻസും ബൂട്ടീസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള മിറ്റൻസും ബൂട്ടീസും ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്ന മിറ്റൻസും ബൂട്ടീസാണ് കേട്ടോ ഇത്. ഇതിൽ തന്നെ തിരിച്ചു വെക്കാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ബേബിയുടെ ക്ലോത്ത്സ് നമുക്ക് എന്താ പറയുക, ഇതിനെന്താ പറയുക, റാമ്പേഴ്സ് ഇല്ലേ, റാമ്പേഴ്സിന് സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ പ്ലെയിൻ കെട്ടുടുപ്പ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വർക്ക് വരുന്ന ചെറിയ ചെറിയ പ്രിന്റ് വരുന്ന, ഇങ്ങനത്തെ കുഞ്ഞ് പ്രിന്റ് വരുന്ന കെട്ടുടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മസ്ലിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. മസ്ലിൻ്റെ ഞാൻ വാങ്ങിച്ചപ്പോൾ കുഞ്ഞിതാണ് വാങ്ങിച്ചത്, പക്ഷെ അത് സ്ട്രെച്ചബിൾ അല്ല, സ്ട്രെച്ച് ആവില്ല. അപ്പോൾ ഞാൻ ബനിയൻ്റെയും കൂടി മേടിച്ചിട്ടുള്ള കെട്ടുടുപ്പാണ് കേട്ടോ. അപ്പം അങ്ങനെ കെട്ടുടുപ്പുകളും അതേപോലെ റാമ്പേഴ്സും, അത് രണ്ടും ഇങ്ങനെ കഴുകി ഉണക്കി എടുത്ത് വെച്ച് മടക്കി തേച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഫുള്ള് ഡ്രസ്സുകൾ മാത്രമാണ് ബേബീൻ്റെ. നമുക്ക് എടുക്കാൻ, അതായത് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ എളുപ്പത്തിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് എടുപ്പിക്കാം. അതിൽ നിന്ന് റിസീവിങ്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരു റിസീവിങ് ടവല് കണ്ടു അല്ലേ, അപ്പം അതേപോലെ തന്നെ 2 റിസീവിങ് ടവല് വേറെ, ഒരു ബ്ലൂവും പിങ്കും, പിന്നെ അതേപോലെ തന്നെ മസ്ലിൻ ക്ലോത്ത്സ്, പിന്നെ കുട്ടീനെ തുടയ്ക്കാനുള്ള ടവൽസ്, അങ്ങനത്തെ ടവൽസ് തുടയ്ക്കാനുള്ള, സ്വാഡിൽ ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ മാത്രമായിട്ട് ഇതേപോലെ തന്നെ സിപ്പ് കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഇതൊരു സെറ്റ്. പിന്നെ ലാസ്റ്റായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബീൻ്റെ ലംഗൂട്ട്സ്, അതായത് നമ്മുടെ വാഷബിൾ ഡയപ്പർ ക്ലോത്ത്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ. പിന്നെ വെള്ളത്തുണികൾ, നമുക്ക് വെള്ളത്തുണികൾ ആവശ്യം വരും. പക്ഷെ അത് ഹോസ്പിറ്റലിൽ എത്രത്തോളം ആവശ്യം വരും എന്നറിയില്ല. കാരണം ഹോസ്പിറ്റലിൽ എപ്പോഴും നമ്മൾ സ്നഗ്ഗി അല്ലെങ്കിൽ കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇത് ഞാനൊരു ഫോർമാലിറ്റിക്ക് എടുത്ത് വെച്ചതാണ്. വൈറ്റ് ക്ലോത്ത്സ് ഉണ്ട് ഇതിൽ, കുട്ടിയുടെ ഇങ്ങനെ കെട്ടുന്ന, അതായത് നമ്മൾ വൈറ്റ് ക്ലോത്ത്സിൻ്റെ തന്നെ സെയിം പർപ്പസ് തന്നെ കെട്ടുന്ന ലംഗൂട്ട്സ് ഇല്ലേ, തുണിയുടെ, അതുണ്ട്. പിന്നെ ഡയപ്പർ, വാഷബിൾ ഡയപ്പർ, കുറച്ചും കൂടിയും ലീക്കേജ് തടയാൻ പറ്റുന്ന രീതിയിലുള്ള 2 ടൈപ്പ് ഓഫ് വാഷബിൾ റീയൂസബിൾ ഡയപ്പേഴ്സ് ഉണ്ട്, ക്ലോത്തിന് ഡയപ്പേഴ്സ് ഉണ്ട്.
അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ നമ്മളുള്ളത്. നമുക്ക് എമർജൻസിക്കും ആവശ്യമായിട്ടുള്ള ഇങ്ങനെ എല്ലാ സിപ്പ് കവർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നു ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ആണ് ഞാൻ മേടിച്ചത്. 100 സംതിങ് രൂപയുള്ളൂ സിപ്പ് കവറിന്. നല്ല യൂസ്ഫുൾ ആണ്, എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ യൂസ്ഫുൾ ആണ്, നല്ല ഓർഗനൈസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം ഇതൊരെണ്ണം വാങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് പിന്നെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബക്കറ്റ് നമ്മൾ നോർമലായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ വേറൊരു കുഞ്ഞ് ഫ്ലാസ്ക് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് മുടിയുടെ മണമുണ്ടോ? ഇല്ല, ഒന്നുകൂടി കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ടാ അപ്പം ഇതൊരു നല്ല ഫ്ലാസ്കാണ്, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ് ചായ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നല്ല പോലെ ചൂട് നിൽക്കും. നമ്മൾ മുമ്പും അമൃത ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇത് കൊണ്ടുപോയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. ഇതെന്തായാലും ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മാമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അലക്കണ സോപ്പ് നമ്മളവിടെ അലക്കുന്നത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. പിന്നെ അമ്മാമ്മ എന്തിനാ എടുത്ത് വെച്ചേക്കണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ അമ്മാമ്മ ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ വെക്കും. അതുപോലെ ബ്രഷും പേസ്റ്റൊക്കെ ബ്രഷ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതല്ല കണ്ട ബ്രഷ് പേസ്റ്റ്, പിന്നെ ഒരു പാരച്യൂട്ടിൻ്റെ ഒരു വെളിച്ചെണ്ണ, പിന്നെ നമ്മളൊരു നോർമൽ ഒരു സോപ്പ്. അപ്പം അങ്ങനെ ഒരു കിറ്റായിട്ട് ഇതിൽ തന്നെ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവും നമ്മളിത് തുറന്ന് ആക്രമിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഒരു കിറ്റിലാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഷാമ്പു ആഡ് ചെയ്യണം, ഫേസ് വാഷ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പം അത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓക്കെ ആയി. പിന്നെ ഒരു കപ്പ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതെന്തിനാണ് എൻ്റെ അമ്മാമ്മ ഇതിനുള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്? അല്ല, ബേബി അല്ല അത്. ഏതോ എന്തെങ്കിലും പേപ്പർ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പേപ്പർ വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, നമുക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ ഒരു വലിയ പ്ലേറ്റ്, ചോറൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്ലേറ്റ്, ഒരു സ്പൂണ്, പിന്നെ എന്താ ഒരു കഞ്ഞി വാങ്ങാനുള്ള ഒരു തൂക്കുപാത്രം. ഇനി ഇതിലെന്തിട്ടാ, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഷാമ്പും എൻ്റെ ഫേസ് വാഷും ആണ് ഇതിലെടുത്ത് വെക്കാനുള്ളത്. അപ്പോൾ അതെടുത്ത് വെക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. ഡിറ്റർജൻറ്റ് ബേബീൻ്റെ കൊണ്ടുപോകും എനിക്ക് തോന്നുന്നില്ല അവിടെ നമ്മൾ വാഷ് ചെയ്യുമോ അങ്ങനെ. എന്തായാലും ബേബീനെ ഞാൻ എന്തുകൊണ്ടാണ് ബേബി പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബേബി പ്രൊഡക്ട്സ് ഒന്നും എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല കേട്ടോ. കാരണം ബേബീൻ്റെ റാഷ് ക്രീം നമ്മൾ മേടിച്ച് വെച്ചോളൂ. നമ്മൾ ഡയപ്പർ ആയിരിക്കും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആവശ്യം ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ എന്താ പറയുക, മറൂളിയോ അങ്ങനത്തെ അല്ല പോടുന്ന് ഒരു സാധനം വീഴില്ലേ, പൊക്കിൾക്കുടി. ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വീണതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും കുട്ടീനെ കുളിപ്പിക്കുള്ളൂ. ഇപ്പോൾ ആ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടീനെ കുളിപ്പിക്കില്ല. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒറ്റ ഹോസ്പിറ്റലുകളിലും കുട്ടീനെ തുടപ്പിച്ചെടുക്കുള്ളൂ, കുളിപ്പിക്കില്ല. നമ്മൾക്ക് ഈ സോപ്പ് ഓയിൽ അങ്ങനത്തെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല. അപ്പം നമ്മളതൊക്കെ വീട്ടിൽ വന്നിട്ട് വാങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് അതിൽ. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിലുള്ള ഫയലാണ്. നിങ്ങളെപ്പോഴും ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ഫയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആവണേക്കാൾ മുമ്പ് എൻ്റെ ഡോക്ടറെ കാണിച്ചിട്ടുള്ള ലിസ്റ്റാണ് കേട്ടോ. മരുന്നിൻ്റെ ഒന്നും കാണിക്കില്ല. അപ്പം അതിൽ ഞാൻ ഓവുലേഷൻ ഫോളിക്കുലർ സ്റ്റഡി നടത്തിയത് തൊട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് കണ്ടോ. അത് മുതൽ ഇങ്ങനെ ഓരോ പേജിൽ ഓരോ സ്കാനിക്ക് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ സ്കാൻ ചെയ്തിട്ടുള്ള റെക്കോർഡും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേ കണ്ടോ, അങ്ങനെ എല്ലാ സ്കാനുകളുടെ ഓർഡർ ആയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ ഓരോ സമയത്ത് ചെയ്തിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, അപ്പം അതൊക്കെ ഒരു ഓർഡർ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല യൂസ്ഫുൾ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ഏതെങ്കിലും മാസത്തെ സ്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, എല്ലാം ഇങ്ങനെ ഓർഡർ ആക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ ഒരു ഫയൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫയലാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഓരോ പേജുകളായിട്ട് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്കിതൊരു മെമ്മറിയും കൂടി ആയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അതായത് നമ്മുടെ ബേബിൻ്റെ ഓരോ മാസത്തെ സ്കാനിങ്ങും അതിന് ഡെവലപ്മെൻറ്റും എല്ലാം ഒരു മെമ്മറി ആണല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഈ ഫയലിന് എത്ര രൂപയായിട്ടുണ്ടാവും ചേട്ടാ? 100 സംതിങ് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. അപ്പം നിങ്ങൾ മസ്റ്റ് ബൈ ഞാനൊരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മസ്റ്റ് ബൈ ചെയ്യേണ്ട പ്രഗ്നൻസി ടൈമിലും എന്തൊക്കെ മസ്റ്റായിട്ട് വാങ്ങണം എന്നുള്ള വീഡിയോയിൽ ഈ ഫയൽ ഉൾപ്പെടുത്താം കേട്ടോ ഗൈസ്. പിന്നെ എന്താ ഈ ബാഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതെൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാം ലിപ്സ്റ്റിക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു പൗച്ചാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുമോ എന്നാണ് എൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല. നല്ലൊരു പൊട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പൊട്ടൊക്കെ ഞാൻ എപ്പോഴും കുത്താറുണ്ട്. പൊട്ട് മാത്രമായിരിക്കും ഇതിൽ ചിലപ്പോൾ യൂസ് ചെയ്യാം. വേറെ സ്കിൻ കെയർ ഒന്നും യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഗൈസ്, ഇങ്ങനെ ഫാനാണ്, ചാർജറില്ല ഗൈസ്. ചാർജ് ഓഫ് ആവുന്നവരെ നമുക്കിതിങ്ങനെ ഇങ്ങനെ ആക്കാം. കാരണം എനിക്കിപ്പോൾ ചൂട് തീരെ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ആവുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ചാർജർ ഇതെങ്ങനെ ചാർജ് ചെയ്യണമെന്ന് എനിക്ക് അതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാനത് ആവശ്യമുള്ള അത്ര അത്യാവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ക്യൂട്ടി പയ്യായിട്ടുള്ള ഇതാണ്. ഇനി കണ്ട് ഇങ്ങനത്തെ റൗണ്ട് ചാർജറാണ് ഇതിന് ഇവർ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് തന്നത് എനിക്ക് സ്ക്വയർ ടൈപ്പാണ്. അങ്ങനെ അപ്പോൾ അത് ഒന്നുമില്ല. പിന്നെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇതിൽ. പ്രത്യേകിച്ച് വേറെ ഒന്നും എടുക്കാനില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ആഡ് ചെയ്യാനുള്ളത് ചാറ്റിൻ്റെ ഡ്രസ്സ് മാത്രമാണ്. വേറെ എല്ലാം നമ്മൾ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പെയിൻ കില്ലറും അതൊക്കെ എടുത്തിട്ട് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് 2 മാസം ഇത് ഞാൻ വാങ്ങിച്ചതിന് കയ്യും കണക്കില്ലേ. ഇപ്പം എത്ര ബോട്ടിലായി ഉണ്ടാവും? 6 ബോട്ടിൽ ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ വില 150 രൂപയാണ്. 2 മാസത്തിൽ 6 ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് പ്രഗ്നൻ്റ് കഴിയുന്നവരെ, ഡെലിവറി കഴിയുന്നവരെ ഇത് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പെട്ടെന്ന് കഴിയും, പക്ഷെ നല്ല റിലീഫാണ്. പക്ഷെ ഇപ്പം എനിക്കിത് തേച്ചിട്ട് എഫക്റ്റ് ചെയ്യാത്തതായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല ഗൈസ് ഇതില്ലെങ്കിൽ. ഇതൊക്കെയാണ് നമ്മളുടെ ലൈഫ് സേവിങ് ഐറ്റംസ്. അപ്പോൾ ഇത്ര സാധനങ്ങളായിരിക്കും ഇത് പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇന്ന് രാത്രി ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നീ കൊണ്ടുപോകാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഈ കമൻറ്റ് കാണുമ്പോഴേക്കും അഡ്മിറ്റ് ചെയ്യുന്നതിന് ശേഷമൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങുള്ളൂ. സോ അതാണ് നമ്മുടെ അപ്ഡേറ്റ്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.